എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കോൾഡ് പ്രോസസ് കസ്തൂരി മഞ്ഞളിൻ്റെ സോപ്പാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇത് ക്വയറ്റ് നാച്ചുറൽ സോപ്പാണ്. അപ്പം നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാം അറിയാം, അത് കൂടുതൽ ഓയിൽസ് മാത്രമാണ് നമ്മൾ അത് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നല്ല സോപ്പ് എന്ന് പറയും. കാരണം ഇതിനകത്ത് കെമിക്കൽ ഫ്രീ ആണ്. ആകെ നമ്മൾ യൂസ് ചെയ്യുന്നത് കാസ്റ്റിക് സോഡയാണ്. കാസ്റ്റിക് സോഡ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. 40 ഡേയ്സിനുള്ളിൽ, അത് ക്യൂറിങ് പീരീഡിനുള്ളിൽ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഏറ്റവും ബെസ്റ്റ് സോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഓയിൽസ് മുന്നേ ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ മോയ്സ്ചറൈസർ കൊടുക്കുന്ന ഒരു സോപ്പും കൂടെയാണിത്. നമ്മൾ ഇന്ന് ബട്ടേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബട്ടേഴ്സ് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പം ഞാൻ ഇതിന് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയാം. ഇത് കോക്കനട്ട് ഓയിൽ മെഷർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കോക്കനട്ട് ഓയിൽ കസ്തൂരി മഞ്ഞളിൽ ഇൻഫ്യൂസ് ചെയ്തേക്കുന്നതാണ്. അത് ഉണ്ട്. പിന്നെ ഇത് റൈസ് ബ്രാൻ ഓയിലാണ്. റൈസ് ബ്രാൻ ഓയിൽ നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് കുറച്ച് നമ്മളൊരു സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. കുറച്ച് എടുത്തിട്ടുള്ളൂ. ദെൻ ഇതാണ് നമ്മുടെ പാം ഓയിൽ. അപ്പം അതും നമ്മൾ മെഷർ ചെയ്ത് ഈ മെഷർമെൻറ്റ് കപ്പിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മെഷർ ചെയ്ത കാസ്റ്റിക് സോഡ വാട്ടറിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കുള്ളത്, ഇതിനെ നമ്മൾ ലൈ എന്നും പറയും. ഓക്കെ, ഇതായത് കസ്തൂരി മഞ്ഞളുടെ പൗഡർ. അപ്പം ഇതിൻ്റെ ഹാഫാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മുടെ ഇൻഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയുള്ളത് ബാക്കി നമ്മൾ പൗഡർ ഫോമിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമുക്കിതിന് വേണ്ടത്. അപ്പം ഇനി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്കിനി ഓയിൽസ് മിക്സ് ചെയ്യാൻ തുടങ്ങാം. ഒരു ബീക്കറിനകത്തോട്ട്, നിങ്ങൾക്ക് ഏത് പാത്രമാണോ ഉള്ളത് അത് നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അതിനകത്തോട്ട് ഒഴിക്കുക. ആദ്യം നമ്മൾ പാം ഓയിൽ ഒഴിക്കുന്നു. എല്ലാം കംപ്ലീറ്റ് ഒഴിക്കുക. ഇനി റൈസ് ബ്രാൻ ഓയിൽ ഒഴിക്കുകയാണ്. ഇത് മിക്സിംഗ് ഓഫ് ഓയിൽ വെച്ച് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ഓയിൽസും എടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്കുള്ളത് കോക്കനട്ട് ഓയിൽ ഇൻഫ്യൂസ് ചെയ്തിരിക്കുന്ന, ടെർമറിക് ഇൻഫ്യൂസ് ചെയ്തിരിക്കുന്ന കോക്കനട്ട് ഓയിലാണ്. കസ്തൂരി മഞ്ഞൾ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് മിക്സ് ചെയ്ത് ഒഴിക്കുക. കാരണം അതിൻ്റെ താഴെ ട്രേസസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ വേണ്ടി നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു ഗുണം ഇതിനകത്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ മൊത്തത്തിൽ ഇൻഫ്യൂസ് ചെയ്തിട്ട് ആ ഒരു പൊടിയും കൂടെ ചേർത്തെടുക്കുന്നത്. ഇനി നമ്മൾ ആ ഓയിലൊന്ന് ഒരു സ്പാച്ചുല വെച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഒന്ന് മിക്സ് ചെയ്യുകയാണ്, എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കാസ്റ്റിക് സോഡ അരിച്ച് വേണം ഒഴിക്കാൻ. എന്തെങ്കിലും ട്രേസസ് ഉണ്ടെങ്കിൽ അതും പോകാൻ വേണ്ടിയാണ് നമ്മളതിനെ അരിച്ചൊഴിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് അരിച്ചൊഴിക്കാം. ഇനി നമ്മൾ കാസ്റ്റിക് സോഡ അരിച്ചൊഴിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം സ്പാച്ചുല വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്യണം. ഇപ്പോൾ ബ്ലെൻഡ് ചെയ്തപ്പോൾ നമ്മുടെ കളർ മാറിയത് കണ്ടോ? നമ്മൾ ആദ്യം മിക്സ് ചെയ്തപ്പോൾ യെല്ലോ കളറായിരുന്നു. ഇപ്പോൾ അത് ഡാർക്ക് കളറിലോട്ടായിട്ടുണ്ട്. ഓക്കെ, ഇത് കാസ്റ്റിക് സോഡ അതിനകത്ത് വീഴുമ്പോൾ ഉള്ള സാഫോണിഫിക്കേഷൻ പ്രോസസ്സാണ് കാണുന്നത്. അപ്പോൾ ഇനി നമുക്കിനി ഇത് നമ്മുടെ മിക്സർ ഉപയോഗിച്ച്, നമ്മുടെ ബ്ലെൻഡർ ഉപയോഗിച്ച് ഇനി ഇതിനെ ഒത്തിരി ബ്ലെൻഡ് ചെയ്യരുത്, കുറച്ച് പതുക്കെ വേണം ബ്ലെൻഡ് ചെയ്യാൻ. ഓക്കെ, ബ്ലെൻഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തു. അപ്പോൾ എന്നിട്ട് നമ്മളല്ലാതെ ഓഫ് ചെയ്തിട്ട് നമ്മൾ ചുമ്മാ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ആകാനായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കാണാം. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ? മതി. ഇനി ഇത് ബ്ലെൻഡ് ചെയ്താൽ എന്താ, ഇപ്പോൾ ഓയിലെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടെ സ്പാച്ചുല വെച്ച് ബ്ലെൻഡ് ചെയ്യണം, മിക്സ് ചെയ്യണം. നമ്മളിപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള പൗഡറല്ലേ, ടെർമറിക്കിൻ്റെ ആ കസ്തൂരി മഞ്ഞളുടെ പൗഡറും കൂടെ നമ്മൾ ആഡ് ചെയ്യുവാണേ. ഓക്കെ, സോ ആഡ് ചെയ്തു. ഇനി അതിനെ നമ്മൾ ബ്ലെൻഡർ വെച്ച് ഒരു തവണ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഒത്തിരി ആയി കഴിഞ്ഞാൽ നമ്മുടെ തിക്കായി പോകും നമ്മുടെ ആ ഒരു ബാറ്റർ. അപ്പോൾ നമുക്കൊരു ഇഡലിമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ട. അപ്പോൾ ഒത്തിരി വേണ്ട. ഈ ഒരു ടെർമറിക് ഒന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രമുള്ള ബ്ലെൻഡിങ് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇപ്പം നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്യുവാണ്. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ കംപ്ലീറ്റ് മിക്സ് ആകാൻ വേണ്ടി ഒന്നും കൂടെ നമ്മൾ ചെയ്തു. ഇപ്പോൾ കംപ്ലീറ്റ് മിക്സ് ആയിരുന്നു. ഇനി നമുക്ക് സ്മെല്ല് ചേർക്കാം. ഇനി നമ്മളുടെ ഒരു എസെൻഷ്യൽ ഓയിൽ, അത് ലാവൻഡർ എസെൻഷ്യൽ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. അത് ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലോട്ട് മാറ്റാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ? ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. കണ്ടോ? ഒത്തിരി തിക്കും അല്ല, ഒത്തിരി ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് 200 റെസിപ്പിയാണ്. നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം, എത്ര മോൾഡിലോട്ട് വരുമെന്ന് നോക്കാം. ഇത് 100 ഗ്രാമിൻ്റെ മോൾഡാണ്. നിങ്ങളുടെ കയ്യിൽ മറ്റേ കോൾഡ് പ്രോസസ്സിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോളുക. ഇപ്പം നമ്മൾ 2 മോൾഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതിനെ നമുക്കിങ്ങനെ ഒന്ന് അനക്കി കൊടുക്കാം.
കാരണം ഇതിനകത്ത് എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി. ഇപ്പോഴും നമുക്ക് ആ നല്ലൊരു ഡാർക്ക് യെല്ലോ കളറുണ്ട്. നമുക്കിനിയും 24 hours കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ അൺമോൾഡ് ചെയ്തുള്ളൂ, 24 to 48 hours. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഏത് കളറിൽ കിട്ടുമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിനി 24 hours കഴിഞ്ഞിട്ട് അൺമോൾഡ് ചെയ്യുന്ന വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ സോപ്പ് 24 hours ആയിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് അൺമോൾഡ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല കിട്ടിലൻ സോപ്പ് നമുക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നാച്ചുറൽ സോപ്പാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മളെല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സോപ്പ് ഇതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ക്യൂറിങ് പീരീഡ് 35 to 40 days ആണ്. ഈ ക്യൂറിങ് പീരീഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സോപ്പ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, നമുക്ക് മെൽറ്റ് ആൻഡ് പ്യുവർ സോപ്പിൽ കിട്ടുന്നത് പോലെ തന്നെ നമുക്കിതിൽ സോപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്യാൻ പറ്റുന്നവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെയിറ്റും കൂടെ ചെക്ക് ചെയ്യാൻ മറന്നുപോയേ. സോ വെയിറ്റ് കണ്ടില്ലേ, കണ്ടോ, 100 ഗ്രാമിൻ്റെ സോപ്പിന് നമുക്ക് 117 ഗ്രാം കിട്ടിയിട്ടുണ്ട്. അടുത്ത സോപ്പ് നോക്കാം, ഇത് 120. കണ്ടോ, അപ്പം എല്ലാം നമ്മൾ 100 പറഞ്ഞിട്ട് കൂടുതലാണ് ഒഴിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും ഇതുപോലത്തെ നാച്ചുറൽ സോപ്പ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. മുന്നേ അറിയിച്ചാൽ 40 ദിവസം കഴിഞ്ഞ് നമുക്കിത് അയക്കാൻ പറ്റുള്ളൂ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണം. താങ്ക് യു.